ഇന്നും രാവിലെ പതിവ് പോലെ തന്നെ വേഴാമ്പൽ വന്നിട്ടുണ്ട് കേട്ടോ. വേഴാമ്പൽ വന്ന് ഞാൻ ഇന്നലെ അവിടെ ഒരു ഇതൊക്കെ വെച്ചൊരു നെറ്റ് പോലത്തെ സംഭവമൊക്കെ വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയതായിരുന്നു കേട്ടോ. പക്ഷേ അത് വെയിലടിച്ചപ്പോഴത്തേക്ക് ആ സ്റ്റിക്കർ അങ്ങ് പറഞ്ഞു പോയിനി. ചൂടടിച്ചപ്പോഴത്തേക്ക് അതങ്ങ് വിട്ടു പോന്നു. ഇവിടെ ഭയങ്കര വെയിലാണ് ഉച്ച കഴിയുമ്പോഴത്തേക്ക്. അപ്പം ഞാനിത് കൊത്തുന്ന സൗണ്ട് കേട്ടോണ്ട് വന്നതാണ്. ഞാൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവിടുന്ന് ഗ്ലാസിൻ്റെ അങ്ങോട്ട് പോകും. തിരിച്ച് പിന്നെ ആ കോവലിൻ്റെ പുറത്തോട്ടൊരു പിന്നെ അത് അവിടുന്ന് അങ്ങ് പറന്നങ്ങ് പോയി കേട്ടോ. പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറിയെല്ലാം ഒന്ന് നോക്കാനായിട്ടൊക്കെ ഇറങ്ങി. അപ്പം രാവിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് അവധി ദിവസമാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, കണ്ണന് ട്യൂഷനുണ്ട് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോണം. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഞാൻ വെളുപ്പിന് എണീറ്റു. ചേട്ടന് വെളുപ്പിനെ പോകണമായിരുന്നു. അതുകൊണ്ട് വെളുപ്പിനെ ഞാൻ എണീറ്റ് പിന്നെ ഞാൻ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷമാണ് കേട്ടോ മുറ്റത്തിറങ്ങി നമ്മുടെ പച്ചക്കറിയൊക്കെ നട്ടതൊക്കെ വല്ലതിനും വാട്ടമൊക്കെ ഉണ്ടോ, എല്ലാം നേരെയൊക്കെയാണോ നിൽക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷമാണ് അകത്തോട്ട് കാപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ കയറിയതേ. അപ്പം കാപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് അരി വെള്ളത്തിൽ ഇട്ടതായിരുന്നു കേട്ടോ. എന്നിട്ട് വൈകിട്ടല്ല, ഇന്നലെ ശരിയാണ്, ഇന്നലെ വൈകിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അരി വെള്ളത്തിലിട്ടെ. വൈകുന്നേരം അരയ്ക്കാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അരി അരയ്ക്കാൻ മടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ വെളുപ്പിനെയാണ് ചേട്ടൻ പോകില്ല, അന്നേരം അരി അരച്ച് വെക്കാമെന്ന് ഓർത്തു. ഇങ്ങനെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് അരിയൊക്കെ അരച്ച് വെച്ച്, ചേട്ടൻ പോയി കഴിയുമ്പോഴത്തേക്ക് അരിയൊക്കെ അരച്ച് വെച്ചു. അപ്പോൾ അരി അരച്ച് വെച്ച് ഞാൻ ഒരു പാത്രത്തിൽ ഇച്ചിരി ഇളം ചൂടുവെള്ളം ഇല്ലേ, അതിലേക്ക് ഈ മാവ് അരച്ച കലം അങ്ങ് ഇറക്കി വെച്ചു കേട്ടോ. അന്നേരത്തേക്ക് ഒരു 7:30 ആയപ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ മാവ് അങ്ങ് പുളിച്ചു കേട്ടോ. നല്ലപോലെ നമ്മൾ തലേദിവസം അല്ലാതെ അരച്ച് വെക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് മാവ് പുളിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അരച്ച് വെച്ചത് പുളിക്കുമോ, എന്നാൽ ഇപ്പോൾ ഇച്ചിരി തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ പുളിക്കുമോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറും തേങ്ങയും പിന്നെ ഒരു ശകലം ഈസ്റ്റും കൂടെ ചേർത്താണ് അരി അരച്ചത്. അപ്പം അങ്ങനെയെല്ലാം അരച്ച് അപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമൊക്കെ കിട്ടി. അപ്പോൾ കണ്ണൻ രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു അപ്പമൊക്കെ ഉണ്ടാക്കി നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാവ് നല്ലതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള മാവ് നല്ലപോലെ പുളിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഒരു പൂവപ്പമൊക്കെ ആക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. പൂവപ്പമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഷേപ്പൊക്കെ ആക്കി വെച്ചേച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒന്നാന്ന് വെച്ചാൽ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിള്ളേർ എന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാണ്ടല്ലോ ഞാൻ ചിലപ്പോൾ അങ്ങ് വിട്ടുപോകും. ഞാൻ ആ കാര്യത്തിൻ്റെ പുറകെ എങ്ങുമ്പോൾ പിന്നെ ഓർക്കുന്നത് ഈ അടുപ്പയിൽ എന്നതേലും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പൂവിൻ്റെ ഷേപ്പൊക്കെ ആക്കി അടച്ചെല്ലാം വെച്ചേച്ച് എന്നതോ കാര്യത്തിന് അവർ വിളിച്ചതിന് അവരുടെ അടുത്തോട്ട് ഞാൻ പോയതാണ്. പോയേച്ച് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ പൂവപ്പമൊക്കെ ഒരുമാതിരി എങ്ങനെയാ പറയുന്നത്, ഒരുമാതിരി ചുക്കി ചുളുങ്ങിയ ഒരുമാതിരി ശോഷിച്ചു പോയ പൂവപ്പമായി പോയി കണ്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയായി. അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ പിന്നെ ഒരെണ്ണം കൂടെ അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ ഒന്നും കൂടി ഇച്ചിരി മാവൊക്കെ ഒഴിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി. അപ്പോൾ കണ്ണനെ ഇന്നാണെങ്കിൽ കൊണ്ടുവിടുകയും ചെയ്യണം ട്യൂഷന്. അപ്പോൾ കണ്ണൻ എണീറ്റ് വന്ന് ഞാൻ 6 മണി തൊട്ട് വിളിച്ചിട്ട് പുള്ളി എണീറ്റത് 7:30ക്കാണ്. 7:00ക്ക് എണീറ്റ് വെച്ചിട്ട് ചോദിക്കുന്നത് എന്നെ വിളിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്. എന്നതാ ഇതിനൊക്കെ മറുപടി പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല മോൻ റെഡിയാക്കി ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണനെ ചേട്ടനുള്ള സമയത്ത് ചേട്ടനാണ് കൂടുതലും കൊണ്ടുവിടുന്നത്. പിന്നെ ആ രാവിലെ ട്യൂഷന് പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവൻ പെട്ടെന്ന് അങ്ങ് മൂഡ് ഓഫ് ആകും. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാതെ തന്നെ ഇരിക്കല്ലേ. അങ്ങനെ നമ്മുടെ പൂവപ്പൊക്കെ ശരിയായി. കണ്ണൻ ഇനി കഴിക്കാനൊക്കെ കൊടുക്കുക. അപ്പോൾ ചേട്ടനില്ലാത്തതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. ചേട്ടനാണ് ഈ അപ്പത്തിൻ്റെ കൂടെ കറിയൊക്കെ വേണ്ടത്. കണ്ണന് കറിയൊന്നും വേണ്ട. കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പവും പാലും പഞ്ചസാരയാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിക്കൊണ്ട് എന്നോട് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഇച്ചിരി അപ്പവും പാലും പഞ്ചസാരയും ഉണ്ടാക്കി തരുമോ. എന്നുവെച്ചാൽ അപ്പം ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും മുട്ടക്കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറികളൊക്കെ ആയിരിക്കും. അവനതൊട്ടും ഇഷ്ടമല്ല. അവൻ അപ്പത്തിൻ്റെ കൂടെ ഇങ്ങനെ അപ്പവും പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കുന്നത്. പിന്നെ മിക്ക ദിവസം ഇവിടെ ദോശയായിരിക്കും അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് അവന് ഭയങ്കര സന്തോഷമായി. അവന് ഇഷ്ടപ്പെട്ട കറിയല്ല, അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ പാലും പഞ്ചസാരയൊക്കെ ആയിട്ട് കണ്ണന് കഴിക്കാനൊക്കെ കൊടുത്തു. അവൻ കഴിക്കുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് ഞാൻ റെഡിയായി അവനെ കൊണ്ടുവിടാനായിട്ട്. അങ്ങനെ കണ്ണനെ കൊണ്ടുപോയിട്ട് അപ്പോഴത്തേക്ക് അച്ചു എണീറ്റ് വന്നു കേട്ടോ. അച്ചു എണീറ്റ് വന്ന് അച്ചുവിന് ഞാൻ കാപ്പിയൊക്കെ കൊടുത്ത് അതൊക്കെ കുടിക്കുന്നതിൻ്റെ ഇതാണ്. അപ്പോൾ ആദ്യം അവൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കൊണ്ടുവിട്ടോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കണ്ണനെ കൊണ്ടുവിട്ട് ചെല്ലാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചു രാവിലെ പഠിക്കാനിരിക്കുന്നതാണ്. പക്ഷേ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ കൂട്ടുകാരുമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പോകും. അങ്ങനെ 100 കാര്യങ്ങൾക്ക് പോകും. അപ്പോൾ ഇവൾ അവിടെ നിന്ന് വേറെ ഒരു കാര്യത്തിലേക്കും പോകാതെ പഠിക്കുക തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ചക്കക്കുരു ചെണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം കിട്ടിയ ചക്കയുടെയൊക്കെ ചക്കക്കുരുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം മണിയമ്മയൊക്കെയാണെങ്കിലും ചക്ക തന്ന്. അപ്പോൾ അതിനകത്ത് വേവിക്കാനായിട്ട് അതിനകത്തുമൊക്കെ ചക്കക്കുരുവൊക്കെ ഉണ്ട്. അപ്പോൾ ചക്കക്കുരു എല്ലാം എടുത്ത് വെച്ച് ചക്കക്കുരു ചിരണ്ടുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. പക്ഷെങ്കിൽ ഉണ്ടല്ലോ അത് വെന്ത് കഴിഞ്ഞ് ഉപ്പേരിയൊക്കെ ആക്കി കഴിഞ്ഞ് ഉപ്പേരി പോട്ടെ ചിലപ്പോൾ ഉപ്പേരി എന്നൊക്കെ വായി വന്നു പോയി കേട്ടോ. മെഴുക്ക് പുരട്ടിയൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്ക് വെച്ചാൽ പലരുടെ വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ ഓരോരുത്തരുടെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോതായിട്ട് കിടക്കാണ്ട് ഉപ്പേരി നെയ്യപ്പെട്ടെ. ഉപ്പേരി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഓരോ സ്ഥലത്ത് ഉപ്പേരി എന്നാണ് മെഴുക്ക് പുരട്ടിക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചക്കക്കുരു മെഴുക്കുവരട്ടിക്കുള്ള ചക്കക്കുരുവൊക്കെ ചരണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തെ ചുമല സാധനം ഡിയോ ബിയോ സിയോ ഏതാണ്ടൊക്കെയാണെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒരുപാടൊന്നും ചരണ്ടിക്കളയാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ പുറത്തെ ആ തൊലിയൊക്കെ വെച്ച് ഇതാക്കി. അപ്പോൾ ചക്കക്കുരു രണ്ടും ഈ ചിരണ്ടാതിരുന്നൊക്കെ ചിരമ്പത്തിക്കൊണ്ട് തള്ളവരലിന് എന്നതോ ഒരു പ്രശ്നം പോലെ തോന്നുന്നു. അത് അതിനിടയ്ക്ക് വിരലൊന്ന് മടക്കുക നൂർത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചക്കക്കുരു എല്ലാം ചിരണ്ടി ഇനി അതൊന്ന് മെഴുക്കുവരട്ടി വെക്കണം. അപ്പോൾ ഇന്ന് രാവിലെ എന്നതാ കറി വെക്കേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. മീനില്ല, അതാണ് പ്രധാന കാരണം. മീനില്ലെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര സമാധാനക്കേടാണ്. എന്നാ വെച്ചാലും ഒരു തൃപ്തിയാകത്തില്ല ആർക്കും.
എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പം ഞാൻ ഇച്ചിരി മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ ചേച്ചി തന്നേ അവരുടെ കൃഷി ചെയ്തപ്പോഴത്തേക്ക് തന്ന മത്തങ്ങ. അപ്പോൾ ആ മത്തങ്ങ ഞാനൊന്ന് എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മത്തങ്ങ എല്ലാം അരിഞ്ഞടുപ്പ് ചുവന്നുള്ളി എല്ലാം ചേർത്ത് പച്ചമുളകൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചപ്പോൾ അച്ചു പറഞ്ഞു ഒരു ഇച്ചിരി ഇഞ്ചിക്കറി ഉണ്ടാക്കി തരുമെന്ന് വെച്ചാൽ അതും കുറേ ദിവസമായിട്ട് എൻ്റെ ഇഞ്ചിക്കറി ഉണ്ടാക്കി തരാമെന്ന് നോക്കി. ഇഞ്ചി കൊണ്ടുവന്ന് അന്ന് മുതൽ പറയുന്ന ലാസ്റ്റ് എന്നോട് പറഞ്ഞാൽ ഇഞ്ചി മൊത്തം ഉണങ്ങിപ്പോയി കഴിഞ്ഞാലെങ്കിൽ അമ്മയ്ക്ക് സമാധാനമാവുമോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ അവർക്ക് ഇച്ചിരി ഇഞ്ചിക്കറി അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചേ. ഭയങ്കര ഇഷ്ടമുള്ളതാണ് അച്ഛൻ ഇഞ്ചിക്കറി. അപ്പോൾ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞേച്ച് അത് നല്ലപോലെ എണ്ണയിൽ വെളിച്ചെണ്ണയിലാണ് ഇഞ്ചിക്കറി വെക്കാനായിട്ട് വറക്കുകയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലപോലെ എല്ലാം ഒന്ന് വറുത്ത് കോരി കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചുവന്നുള്ളി ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് റൗണ്ടിൽ. അപ്പോൾ ചുവന്നുള്ളിയും അതിനകത്തോട്ടിട്ട് ആ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കും കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓരോരുത്തരും ഓരോ രീതിക്കാണ് വെക്കുന്നത്. ചിലർ തേങ്ങ വറുത്ത് വെക്കും കേട്ടോ. ഞാൻ പക്ഷേ ഇങ്ങനെ വെക്കുന്നത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അമ്മ വെക്കുന്നത് കണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പഠിച്ചത്. അപ്പം ഇത് ഭയങ്കര ഇഷ്ടമാണ് അച്ചുവിന് ഇങ്ങനത്തെ ഇഞ്ചിക്കറി വെക്കുന്നത്. അതുകൊണ്ട് പിന്നെ തന്നാൽ പിന്നെ അതുകൊണ്ട് പിന്നെ അവളാണെങ്കിൽ പൊതുവേ ഒരു കറിയും കൂട്ടുമില്ലാത്തതുകൊണ്ട് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയെല്ലാം വറുത്തെടുത്ത് എന്നിട്ട് കൊച്ചുള്ളിയും കൂടെ അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് നല്ലപോലെ ഒന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഞാൻ കൊച്ചുള്ളിയും വറുത്തെടുക്കും കേട്ടോ. അതും റൗണ്ടിൽ തന്നെ അരിഞ്ഞാണ് എടുക്കുന്നത്. ഒത്തിരി വലുതായിട്ട് അരിയത്തില്ല, ചെറിയതായിട്ട് കനം കുറച്ചാണ് കൊച്ചുള്ളി അരിയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിന് എണ്ണയിൽ വറുത്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിത് വറുത്തെടുത്ത് വെച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് തണുത്തതിന് ശേഷം അല്ലേ ഒന്ന് അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് വറുത്ത് കോരിയെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ മത്തങ്ങയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. മത്തങ്ങ എല്ലാം വെന്ത് എല്ലാം സെറ്റായിട്ടിരിക്കുവാണ്. അപ്പോൾ അതൊന്ന് അതിനകത്ത് ആ മത്തങ്ങ എല്ലാം ഒന്ന് ഉടച്ചൊക്കെ ഒന്ന് എടുത്തിട്ട് വേണ്ട അതിനകത്ത് അരപ്പൊക്കെ ചേർക്കാനായിട്ട്. അങ്ങനെ മത്തങ്ങ എല്ലാം ഒന്ന് സെറ്റായി. മത്തങ്ങയ്ക്കുള്ള അരപ്പും എല്ലാം ഒന്ന് അരച്ചെടുത്തു. തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും മഞ്ഞളും എല്ലാം കൂടി ചേർത്ത് അരച്ച് നല്ലപോലെ ഒന്ന് അരച്ചെല്ലാം എടുത്തതിന് ശേഷം മത്തങ്ങ നല്ലപോലെ വേകുന്നായിരുന്നു കേട്ടോ. തവി കൊണ്ട് തൊട്ടതേ അതങ്ങ് പഞ്ഞി പോലെ അങ്ങ് ഇരുന്നു കേട്ടോ. നല്ലപോലെ ഒത്തിരി ഒന്നും കുക്കറിട്ട് വിസിലടിക്കേണ്ടി വന്നില്ല. ഒറ്റ വിസിലേ അടിച്ചുള്ളൂ കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്ത് കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ വേകുന്ന മത്തങ്ങയാണ്. ചില മത്തങ്ങ നമുക്ക് കാണുമ്പോൾ അറിയാം ഒരുമാതിരി തളതളാന്ന് കിടക്കും. ശരിക്കും ഒത്തിരി വിളയാത്ത സൈസൊക്കെ ആയിട്ടായിരിക്കും. നല്ലപോലെ വിളഞ്ഞ മത്തങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മത്തങ്ങ എല്ലാം ഒന്ന് ഉടച്ച എല്ലാം ഒന്ന് ശരിയാക്കി അതിനകത്തേക്ക് ഇനി അരപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ മത്തങ്ങ കറിക്കുള്ളതെല്ലാം ഒന്ന് റെഡിയാകും. മത്തങ്ങ കറി വെക്കുമ്പോൾ അതിന് കടുക് വറക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും ആ ഒരു കടുക് വറുത്ത് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എടുക്കുകയെന്ന് വെച്ചാൽ കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടതിന് ശേഷം ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞിട്ടതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് മൂത്തിരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂൺ മത്തങ്ങയുടെ അനുസരിച്ച് കറിയുടെ അനുസരിച്ചാണ് ഞാൻ അതിനകത്തേക്ക് അരി ഇടുന്നത്. അരി ഇട്ട് കൊടുക്കും. അരി ഇട്ട് വറുത്തെടുക്കും. എടുത്ത് ആ അരിയിട്ടൊന്ന് അതൊന്ന് പൊട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ തേങ്ങയും ഉണക്കമുളക് ചേർത്ത് കൊടുക്കും. ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഈ സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർക്കേണ്ടതാണ് കേട്ടോ. പക്ഷേ കറിവേപ്പില നമ്മുടെ കയ്യിൽ ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് ഉണക്കമുളക് മാത്രം ചേർത്ത് അതിനകത്തോട്ട് പിന്നെ ഒരു ഇച്ചിരി തേങ്ങ ചിരണ്ടി എടുക്കുന്നത് വെച്ചാൽ കുനുകുനാന്ന് ചിരണ്ടി എടുക്കണം കേട്ടോ. ഒത്തിരി ഇങ്ങനെ വലുതാക്കി ചിരണ്ടത് കുഞ്ഞുകുഞ്ഞായിട്ട് പൊടി പൊടിയായിട്ട് ചിരണ്ടി എടുക്കണം. എന്നിട്ട് അതും കൂടി ഇട്ട് ഇതിനകത്തിട്ട് നല്ലപോലെ നിൽക്കുക. അത് കടുക് വറുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. തേങ്ങയും ഒക്കെ എണ്ണയ്ക്കകത്ത് കിടന്ന് അങ്ങ് ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രത്യേക മണമാണ്. ആ ഒരു മണം അതായത് ടേസ്റ്റ് നല്ലതായിട്ട് നമുക്ക് കറക്കി കിട്ടുന്നത്. അങ്ങനെ തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ മത്തങ്ങയിലിട്ട് കടുക് വറുത്തൊക്കെ ചേർത്തത്. അപ്പോൾ ഇങ്ങനെ കറി വെക്കുന്ന ഇവിടെ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മത്തങ്ങക്കറിയെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ളതെല്ലാം തണുത്ത് അതെല്ലാം ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തേ. അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുക്കുന്നതിന് അതിനകത്ത് ഇച്ചിരി വാളംപുളി ചേർക്കാറുണ്ട്. പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, അങ്ങനെയാണ്. അത് ഇഞ്ചിയുടെയൊക്കെ അനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഞാനൊരു കണക്ക് പറയാത്തത്. അതിനകത്ത് എന്നൊക്കെ ചേർക്കുന്നതെന്ന് മാത്രം പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഇഞ്ചി വറുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇച്ചിരി കടുക് ഇട്ട് കൊടുത്ത് പിന്നെ ഇച്ചിരി പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കടുക് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് ആ പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കും. എന്നിട്ടേക്ക് 2 ഉണക്കമുളകും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇന്ന് ഫോണൊന്ന് തെറിച്ച് കേട്ടോ. മുളക് അങ്ങോട്ട് ഇടുകയല്ല, കൈ ഒന്ന് ഫോണിലോട്ട് തട്ടി. ഭാഗ്യത്തിന് എണ്ണയ്ക്കകത്തോട്ട് വീണ് വറന്ന് കിട്ടിയില്ല. അല്ലായിരുന്നെങ്കിൽ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് വറുത്തെടുക്കാമായിരുന്നു. ഈ മിക്കപ്പോഴും എൻ്റെ കൈ തട്ടി ഫോൺ ഇങ്ങനെ അവിടോട്ടും ഇവിടോട്ടും തെറിക്കാറുണ്ട് കേട്ടോ. ഒന്നാമെന്ന് വെച്ചാൽ ധൃതി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫോൺ ഇരിക്കുന്ന കാര്യം അങ്ങ് മറന്നു പോകും. അപ്പം നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള മുളകും ഉണക്കമുളക് പച്ചമുളകും ഉണക്കമുളകും എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് അതിനകത്തിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മൊരിച്ച് തന്നെ എടുക്കും കേട്ടോ പച്ചമുളക്. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പെല്ലാം കൂടെ ചേർക്കുവാണ് കേട്ടോ. ഇഞ്ചിയെല്ലാം അരച്ച് ഇതുപോലെ നല്ലപോലെ തന്നെ അങ്ങ് അരച്ചെടുക്കുവേ. ഈ ഇഞ്ചി കഷ്ണമായിട്ട് കിടക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നല്ലപോലെ വെണ്ണ പോലെ അരച്ച് അതിനകത്തേക്ക് അങ്ങ് ചേർക്കും. അതിവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഇഞ്ചിക്കറി. അപ്പോൾ ഞാൻ ഇഞ്ചിക്കറി എല്ലാം ഒന്ന് സെറ്റാക്കി അതിനി നല്ലപോലെ ഒന്ന് തിളച്ചെടുക്കും. അപ്പം ജാറും കൂടെ ഒന്ന് കഴുകി ഒരു ഇച്ചിരി വെള്ളവും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കും കേട്ടോ. തിളപ്പിച്ചതിന് ശേഷമാണ്
അതിനകത്തിട്ട് ആവശ്യമുള്ള ഉപ്പും ഒക്കെ ചേർത്ത് നമ്മുടെ ഇഞ്ചിക്കറി നല്ല ഇതായിട്ട് അപ്പോൾ ഈ എണ്ണ മേളിൽ കിടക്കുന്നുണ്ട് ആരും വിചാരിക്കേണ്ട ഇത് എന്നെ എണ്ണയാണ് അത് നമ്മൾ അരപ്പ് ഒഴിച്ചപ്പോഴത്തേക്ക് ആ എണ്ണ 2 സൈഡിലേക്ക് ഇങ്ങി പോകുന്ന കേട്ടോ. പൊതുവേ ഞാൻ കറി വെക്കുന്നതിന് മിക്കവരും പറയാറുണ്ട് ഭയങ്കരമായിട്ട് എണ്ണ ചേർക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചേർക്കേണ്ടതൊക്കെ ചേർത്തില്ലെങ്കിൽ ഉണ്ടല്ലോ കറിക്കൊന്നും ഒരു ടേസ്റ്റ് ഇല്ലെന്നേ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറിക്കകത്തേക്ക് ആ ജാർ കൂടെ കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ച് എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കും കേട്ടോ. തിളപ്പിക്കുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്താണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അത് ആ തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടുവേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചിക്കറിയുടെ എന്തോരം ഉണ്ടോ അതിൻ്റെ അനുസരിച്ചാണ് ഞാനത് എല്ലാം ചേർക്കുന്നത്. ഒരുപാടുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ ശർക്കര ചേർക്കും. അപ്പോൾ ഒരു മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ് ഇഞ്ചിക്കറിക്ക്. അപ്പോൾ അതുകൊണ്ട് ശർക്കരയും കൂടി ഇട്ടു. ആ ശർക്കര അതിനകത്ത് കിടന്ന് നല്ലപോലെ അലിത്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനത്തെ കറികളൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം വെജിറ്റബിളായിരുന്നു. മീനൊന്നുമില്ല. മീൻ ഇനിയിപ്പോൾ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അന്തിക്ക് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സമയം, അതുകൊണ്ടാണ് പിന്നെ എല്ലാം നേരത്തെ അങ്ങ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ കറി എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്കറിയുണ്ട്, പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടിയുണ്ട്, മത്തങ്ങ കറിയുണ്ട്. അപ്പം ഇഞ്ചിക്കറി വെച്ച് കഴിഞ്ഞേച്ച് പിന്നെ ഇനി അച്ചുവിനെ കൊണ്ടൊരു രുചി നോക്കിക്കലുണ്ട് കേട്ടോ. അവളുടെ ആ രുചി നോക്കി അതൊന്ന് അവളുടെ മുഖം കാണുമ്പോഴാണ് എനിക്കും തൃപ്തിയാകുന്നത്. അപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പോൾ നമ്മുടെ വീട്ടുവിശേഷങ്ങളും അല്ലാത്ത ടിപ്സും കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ ചേർന്നാണേ. ഇപ്പോൾ ചില ദിവസങ്ങളൊക്കെ നമ്മുടെ വീട്ടുവിശേഷങ്ങൾ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.